മറ്റു ചില വിവരങ്ങൾ കൂടി കിട്ടുന്നുണ്ട്. രാജസ്ഥാനിലും സൈറൺ മുഴങ്ങിയിട്ടുണ്ട് എന്നാണ്. ബ്ലാക്ക് ഔട്ട് ആണ്. ഇന്നലെയും ഇതേ സമയത്ത് തന്നെയാണ് ബ്ലാക്ക് ഔട്ട് വന്നിരുന്നത്. ഇന്നലെ കശ്മീരിലും ഇതേ സമയത്ത് തന്നെയായിരുന്നു. കശ്മീരിൽ ഉറി സെക്ടറിൽ ഫയറിംഗ് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രതികരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപായ സൈറൻ മുഴങ്ങി, അതിന് തൊട്ടു പിന്നാലെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് എന്ന് തന്നെ പറയാം. വളരെ കൃത്യമായി രാജസ്ഥാനിൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം ആഭ്യന്തര മന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങൾ, അവിടെ നിർണായകമായ യോഗങ്ങൾ, ഉന്നതതല യോഗങ്ങളൊക്കെ ചേരുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശീലനം അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ മനു റിപ്പോർട്ട് ചെയ്തതുപോലെ അതിർത്തി മേഖലകളിൽ ഒന്നടങ്കം കനത്ത ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ 28 എയർപോർട്ടുകൾ 10-ാം തീയതി വരെയായിരുന്നല്ലോ, അടുത്ത ദിവസം വരെയായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത് എങ്കിൽ അത് 15 വരെ നീട്ടുന്നു എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിർത്തി സംസ്ഥാനങ്ങളിലെ അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായും നിലച്ച സാഹചര്യം ആണ് ഉള്ളത്. അതിർത്തി ഈ സംസ്ഥാനങ്ങളിലെ എയർപോർട്ടുകളിലേക്ക് മറ്റിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കിയ പശ്ചാത്തലം ഉണ്ട്. നമ്മൾ IPL മത്സരമൊക്കെ ഉപേക്ഷിച്ചതുപോലെ വളരെ കൃത്യമായ നിലപാടുകളിലേക്ക് പോകുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മഞ്ജുഷ, പഞ്ചാബിലെ മന്ത്രിമാർ അതിർത്തി പ്രദേശങ്ങളിലേക്ക് 10 മന്ത്രിമാർ ആണ് ഈ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലേക്ക് പോയത്. ഇപ്പോൾ വാർത്താ ഏജൻസികൾ ഈ പഞ്ചാബ് ബോർഡറിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അങ്ങേറ്റം കരുതലോടെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത്. 2 രാത്രികളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ വളരെ നല്ല രീതിയിൽ തന്നെ ചെറുത്തതാണ്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ലാഹോറിൽ തകർക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. അതിനു പുറമെ ഭട്ടിണ്ടയിലെ സൈനിക കേന്ദ്രം ആക്രമിക്കുവാനുള്ള പാകിസ്ഥാന്റെ നീക്കം, അത് തടയുവാൻ കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി അതിന് ശക്തമായ മറുപടിയാണ് പാകിസ്ഥാന് എതിരെ ഇന്ത്യ നൽകിയത്. അവിടുത്തെ റഡാർ സംവിധാനം തകർക്കുവാൻ കഴിഞ്ഞിരുന്നു. 400ഓളം ഡ്രോണുകളാണ് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ സിവിലിയൻ ഏരിയയിലേക്കും പാകിസ്ഥാൻ ഇന്നലെ തൊടുത്തുവിട്ടത്. പക്ഷേ അതെല്ലാം ഇന്ത്യ നിർവീര്യമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് നമ്മുടെ പ്രതിരോധ സംവിധാനം S-400 എന്ന പ്രതിരോധ സംവിധാനം അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ പറയുന്നു. മാത്രമല്ല, സൈന്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സ്ഥിരീകരണം നടത്തിയത്. 36 ഇടങ്ങൾ, അതിൽ സൈനിക ആസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, വിമാനത്താവളങ്ങൾ അടക്കമുണ്ടായിരുന്നു. ഒപ്പം മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ്. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഇങ്ങനെ 3 സംസ്ഥാനങ്ങളെയാണ് പ്രധാനമായും അവർ ഉന്നമിട്ടിരുന്നത് എന്നതുകൂടിയായിരുന്നു പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ അങ്ങനെ